നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചാറ്റില്ലാംപാടത്തെ കർഷകർ മുണ്ടകൻ കൃഷി ഉപേക്ഷിക്കുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് കർഷകരുടെ ആരോപണം. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ടോൾ പ്ലാസയിലേക്കുള്ള വാഹനനിര ആമ്പലൂർ ജംഗ്ഷൻ കടന്നു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് പറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി കോടാലിയിൽ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വർണ്ണക്കാഴ്ചയൊരുക്കി കോടാലി GLP സ്കൂൾ. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കോടാലി GLP സ്കൂളിൽ ഒരുക്കിയ വർണ്ണവിസ്മയം ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം രൂപവത്കരിച്ച അഡ്വൈസറി കമ്മിറ്റി മൈസൂരിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ തെരഞ്ഞെടുത്തു. അളകപ്പനഗർ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചാറ്റില്ലാംപാടത്തെ കർഷകർ മുണ്ടകൻ കൃഷി ഉപേക്ഷിക്കുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് കർഷകർ ആരോപിച്ചു. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ പരിധിയിലായി 50 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണ് ചാറ്റില്ലാംപാടം. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ കൃഷി വിളയില്ലാതെ തരിശു കിടക്കുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ മേച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ആറേശ്വരം കാവനാട് ഉപകനാൽ വഴിയാണ് ചാറ്റില്ലാംപാടത്തേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഈ കനാൽ വഴി യഥേഷ്ടം വെള്ളം എത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനാൽ വെള്ളം കർഷകർക്ക് കിട്ടാക്കനിയാണെന്ന് ചാറ്റില്ലാംപാടത്തെ കർഷകനായ VK സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടെ കൊടകര കൃഷിഭവനിലെയും മറ്റത്തൂര് കൃഷിഭവനിലെയും പാടശേഖരം രണ്ടും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന ഏരിയയാണിത്. ഇവിടെ ഇത്തവണ മുണ്ടകൻ നെൽകൃഷി ചെയ്യാനായിട്ട് കനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവായതുകൊണ്ടും ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കാൻ പറ്റിയില്ല. ഈ വർഷം തന്നെയല്ല, കഴിഞ്ഞ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കനാൽ വെള്ളം ഏത് ടേൺ തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൃത്യമായി അറിയിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കനാൽ വെള്ളം തുറന്നു വിടുന്ന ഒരു അവസ്ഥയാണ് അവിടെ തീരുമാനത്തിലെത്തിയത്. തുമ്പൂർമുഴിയിൽ നിന്നും വലതുകര കനാലിൽ കൂടി മേട്ടിപ്പാടത്ത് വെച്ച് ആറേശ്വരം ബ്രാഞ്ച് കനാലിൽ കൂടിയാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാറുള്ളത്. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ പറമ്പ് നനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കർഷകർ പോയി ഓവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടച്ച് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ മുണ്ടകൻ കൃഷിയും അതുപോലെ തന്നെ പുഞ്ച കൃഷിയും ഇവിടെ ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ കൃഷി ഇറക്കാറുള്ളത്. 20 ദിവസം കൂടുമ്പോൾ 4 ദിവസത്തേക്ക് ആറേശ്വരം കാവനാട് ഉപകനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാണ് അധികൃതരുടെ തീരുമാനമുള്ളത്. ഇങ്ങനെ വെള്ളം തുറന്നുവിട്ടാൽ ചാറ്റില്ലാംപാടത്തേക്ക് ജലസേചനത്തിന് ആവശ്യമായ തോതിൽ വെള്ളം എത്താനിടയില്ലെന്നതിനാലാണ് ഇത്തവണ കർഷകർ മുണ്ടകൻ കൃഷിയിൽ നിന്നും പിന്മാറിയത്. കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നെങ്കിലും കനാൽ വെള്ളം കിട്ടാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു. കതിര് വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത്. അടുത്ത കാലം വരെ ആണ്ടിൽ 3 പൂവ് കൃഷി ഇറക്കിയിരുന്ന ചാറ്റില്ലാംപാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരിപ്പ് മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റില്ലാംപാടം മാറുകയാണ്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടൻ പുളിക്കലാൻ, ഭഗവത് സിംഗ്, ജോളി ജോസ്, വിജയൻ വെട്ടിയാട്ടിൽ, ലിനോ മൈക്കിൾ, രഹൻ പള്ളത്തേരി എന്നിവർ നേതൃത്വം വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, നേതാക്കളായ CH സാദത്ത്, നൈജോ വാസുപുരത്തുകാരൻ, ലിൻഡോ പള്ളിപ്പറമ്പൻ, മോളി തോമസ്, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, സായുജ് സുരേന്ദ്രൻ, സിജിൽ ചന്ദ്രൻ, ഷാജു പൂക്കോടൻ, KA ഹനീഫ, തങ്കമണി മോഹൻ, KS സൂരജ്, ജിനേഷ് വെട്ടിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു.
42% വിലക്കയറ്റം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായി. പ്രധാന പച്ചക്കറി കടയിൽ ചെന്ന് നമ്മളൊരു മുളക് വാങ്ങാൻ ചെന്നാൽ, പച്ചക്കറി വാങ്ങാൻ ചെന്നാൽ അതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പുറകിൽ കൈയും കെട്ടി നിന്ന് നമ്മളോട് ചോദിക്കും, ധൈര്യമുണ്ടോ എന്നെ വാങ്ങാൻ? ആ മാതിരി വിലക്കയറ്റം ഈ നാട്ടിനകത്തുണ്ടായിരിക്കുക. കോടാലി GLP സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വർണ്ണവിസ്മയം ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. എന്നും വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായ കോടാലി GF സ്കൂളിലാണ് PTA നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന വർണ്ണക്കാഴ്ച സജ്ജമാക്കിയിട്ടുള്ളത്. ഉദ്യാനതുല്യമായ വിദ്യാലയാങ്കണം പൂർണ്ണമായും വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചാണ് എക്സ്ട്രല്ല ഈവ് എന്ന പേരിൽ വിസ്മയലോകം തുറന്നിട്ടുള്ളത്. പാതയില് കേരളത്തിന് തന്നെ മാതൃകയായി മുന്നോട്ട് പോകുന്ന വിദ്യാലയമാണ് ഞങ്ങളുടെ കോടാലി ഗവൺമെന്റ് LP സ്കൂള്. എല്ലാ വർഷവും ക്രിസ്തുമസ് ആഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം അതിനൊക്കെ വ്യത്യസ്തമായിട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തത്. നമ്മുടെ വിദ്യാലയത്തിനോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും വളരെയധികം കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്ക് ഇത്ര നന്നായിട്ട് ഈ എക്സ്ട്രല്ല ഈവ് എന്ന പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചത്. 35 അടിയിലേറെ ഉയരവും ചലിക്കുന്ന മുഖവുമുള്ള കൂറ്റൻ സാന്താക്ലോസ്, 2000 അടി വിസ്തൃതിയിൽ തീർത്ത പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, ഭീമൻ ഗുഹ, സെൽഫി പോയിന്റ് എന്നിവയെല്ലാം ഈ വിസ്മയ ലോകത്തുണ്ട്. സമ്മാന പൊതികളുമായി സാന്താക്ലോസ് സഞ്ചരിക്കുന്ന വണ്ടിയും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ചലിക്കുന്ന ഒട്ടകവും കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. കോടാലി സ്വദേശിയായ കലാകാരൻ PK നികേഷാണ് കോടാലി സ്കൂളിലെ എക്സ്ട്രല്ല ഈവ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാലയത്തിൽ ഒരു മാസമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ആഘോഷം ഗംഭീരമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഗംഭീരമാക്കാനും നാട്ടുകാരുടെയും എല്ലാവരുടെയും കൂട്ടായ്മ, PTA, MPTA, സൗഹൃദവേദി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഈ പ്രവർത്തനത്തിന് ഉണ്ടായിട്ടുണ്ട്. PTA, MPTA, അധ്യാപകർ, കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, വിദ്യാലയ സൗഹൃദവേദി, നാട്ടുകാർ എന്നിവരടങ്ങിയ കൂട്ടായ്മയാണ് ഒരു മാസം നീണ്ട അധ്വാനത്തിലൂടെ ക്രിസ്മസ് പുതുവത്സര കാഴ്ച ഒരുക്കിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം തുറന്ന ഈ വിസ്മയലോകം 31 വരെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനാകും. വൈകുന്നേരം 5 മുതൽ രാത്രി 9:30 വരെയാണ് പ്രവേശനം. നൂതന സംവിധാനത്തോടുകൂടി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കായി എക്സ്ട്രീം വെഹിക്കിൾ വാഷ് ആൻഡ് അണ്ടർബോഡി കോട്ടിംഗ് ആമ്പല്ലൂരിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാതയിൽ ഗോകുലം റീജൻസിക്ക് എതിർവശമാണ് പ്രവർത്തനം ആരംഭിച്ചത്. എക്സ്ട്രീം കാർ ഡീറ്റെയിലിംഗിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് എക്സ്ട്രീം വെഹിക്കിൾ വാഷ്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അളഗപ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി നിർവഹിച്ചു. മഹിത ഷാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ആമ്പല്ലൂരുള്ള ശ്രീലക്ഷ്മി തിയേറ്ററിന്റെ അടുത്തുള്ള എക്സ്ട്രീം കാർ വാഷിന്റെ രണ്ടാമത്തെ ശാഖയാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാന സേവനം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള അണ്ടർബോഡി വാഷ്, അതുപോലെ തന്നെ ബോഡി വാഷ്, ഇന്റീരിയർ വാഷ്, ഇന്റീരിയർ ക്ലീനിങ്, വാക്സിംഗ്, പോളിഷിംഗ്, അതുപോലെ ഡീറ്റെയിലിംഗ്, മറ്റ് ഡീറ്റെയിലിംഗ് വർക്കുകൾ, അണ്ടർബോഡി കോട്ടിംഗ്, പ്രധാനമായ അണ്ടർബോഡി കോട്ടിംഗ് എല്ലാം ഇവിടെ ചെയ്തു നൽകുന്നതാണ്. അതുപോലെ തന്നെ ക്യുക്ക് വാഷ്, 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കാറ് വളരെ വൃത്തിയായി ക്യുക്ക് വാഷ് ചെയ്തു തരുന്ന ഒരു പുതിയ സിസ്റ്റം കൂടെ ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പഴയ ബ്രാഞ്ചിൽ നിങ്ങൾ തന്ന എല്ലാ സഹകരണവും ഇനിയും തുടർന്ന് ഞങ്ങളുടെ ഈ പുതിയ ബ്രാഞ്ചിലും ഞങ്ങൾ പ്രതീക്ഷിക്കും. ഓട്ടോറിക്ഷ മുതൽ ഹെവി വെഹിക്കിൾസ് വരെ എല്ലാ വാഹനങ്ങൾക്കുമായുള്ള അണ്ടർബോഡി വാഷ്, ഫുൾ വാഷ്, ഇന്റീരിയർ ക്ലീനിംഗ്, അണ്ടർബോഡി കോട്ടിംഗ്, ക്യുക്ക് വാഷ്, വാക്സിംഗ്, പോളിഷിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ് എന്നിവ ഇവിടെ ലഭ്യമാണ്. നോർമൽ വാഷും ഫോം വാഷും ആവശ്യത്തിനനുസരിച്ച് ചെയ്തു നൽകുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 31 വരെ പ്രൈവറ്റ് ബസ്സുകൾ, ലോറികൾ എന്നിവയുടെ സർവീസുകൾക്ക് 10% ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ വാഹനങ്ങൾ മിന്നിത്തിളങ്ങുന്നതിനായി എക്സ്ട്രീം വെഹിക്കിൾ വാഷ് ആൻഡ് അണ്ടർബോഡി കോട്ടിംഗ് ഗോകുലം റീജൻസിക്ക് എതിർവശം ആമ്പല്ലൂർ. വിളിക്കേണ്ട നമ്പർ 8590975573. സഹോദര സ്ഥാപനം എക്സ്ട്രീം കാർ ഡീറ്റെയിലിംഗ്, ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപം, ആമ്പല്ലൂർ. വിളിക്കേണ്ട നമ്പർ 8590975573. അളകപ്പനഗർ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. പൂക്കോട് കീർത്തി ക്ലബ് കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ്, ജിജോ ജോൺ, ജോസി ജോണി, PK ശേഖരൻ, പ്രിൻസൻ തയ്യാലക്കൽ, PS പ്രീജു, VK വിനീഷ്, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, സനൽ മഞ്ഞളി, സജ്ജന ഷിബു, അശ്വതി പ്രവീൺ, നിമിത ജോസ്, ശൈലജ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം രൂപവൽക്കരിച്ച അഡ്വൈസറി കമ്മിറ്റി മൈസൂരിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയെ തെരഞ്ഞെടുത്തു. ഈ മാസം 23, 24 തീയതികളിൽ മൈസൂർ അബ്ദുൽ നസീർ സാബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്തി രാജിൽ നടക്കുന്ന വനിതാ പ്രസിഡന്റുമാരുടെ സംവാദത്തിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് അശ്വതി ബിബി. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ എന്നിവരാണ് മറ്റു 2 പേർ. 2 മാസം മുൻപ് ഡൽഹിയിൽ നടന്ന അന്തർദേശീയ ജല ഉച്ചകോടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അശ്വതി ബിബി പങ്കെടുത്തിരുന്നു. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ടോൾ പ്ലാസയിലേക്കുള്ള വാഹനനിര ആമ്പല്ലൂർ ജംഗ്ഷൻ കടന്നു. 100 കണക്കിന് വാഹനങ്ങളാണ് ഒരേ സമയം ദേശീയപാതയിൽ കുടുങ്ങിയത്. ഇരുഭാഗത്തേക്കും വാഹനത്തിരക്ക് രൂക്ഷമായിരുന്നു. എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ നിര പാലിയേക്കര മേൽപ്പാലത്തിന് മുകളിൽ വരെയും നീണ്ടിരുന്നു. തിരക്ക് അതിരൂക്ഷമാകുമ്പോഴെങ്കിലും ടോൾ ഒഴിവാക്കി വാഹനങ്ങൾ കടത്തിവിടണമെന്ന ആവശ്യത്തിന് ഇപ്പോഴും അധികൃതർ ചെവിക്കൊണ്ടിട്ടില്ല. എത്ര തിരക്കുണ്ടെങ്കിലും വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ച് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുമെന്നുള്ള നിലപാടിലാണ് NHAIയും ടോൾ കരാർ കമ്പനിയും. ഇത് ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ഞായറാഴ്ച ബുദ്ധിമുട്ടിലാക്കിയത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും കടന്നുപോകാൻ നന്നേ ബുദ്ധിമുട്ടി. മുപ്ലിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ വാർഷികോത്സവമായ സെനിത് 2024 സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വരന്തരപ്പള്ളി SI KK ബിജു, സിസ്റ്റർ അനിറ്റ് കൊച്ചുപുരക്കൽ, പ്രിൻസിപ്പൽ മറീന കളപ്പുരയിൽ, സിസ്റ്റർ റോസ്ലിൻ, പൂർവ്വ വിദ്യാർത്ഥി ജോ വർഗീസ് ഡെന്നി, PTA പ്രസിഡന്റ് ബെന്നി ചാക്കപ്പൻ, അക്കാദമിക് കോർഡിനേറ്റർ TD തങ്കച്ചൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ ഹരി ഗോപാൽ, ജിനീഷ് എന്നിവർ സന്നിഹിതരായി. വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിന്റെ 21ാമത് ആനുവൽ ഡേ സെനിറ്റ് 2K24 എല്ലാവിധ ആശംസകളും നേരുന്നു. As we approach our 22nd year of service to us, providing quality education since our inspection in 2003, I take this opportunity to thank Almighty God. നിങ്ങൾക്ക് മനസ്സിന്മേഷം കിട്ടുന്നതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാ വിജയവും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രണ്ടാംകല്ല് ALP സ്കൂളിന്റെ 77ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിക്കുന്ന ഹൈടെക് വിദ്യാലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. നിർമ്മാണ ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ നിക്സൺ പോൾ, അധ്യാപിക ജെസ്സി എന്നിവരുടെ യാത്രയയപ്പും നടന്നു. PTA പ്രസിഡന്റ് തോബി തോട്ടിയാൻ, MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ, കൊടകര BPC VB സിന്ധു, കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, BJP പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി, സൈക്കോതെറാപ്പിസ്റ്റ് സന്തോഷ് ബാബു, അധ്യാപിക രാജ്കുമാരി, എന്റെ നാട് മറവാഞ്ചേരി കൺവീനർ ലിജി കുണ്ടുകുളം, സ്മിനി ഫ്രാൻസിസ്, സ്റ്റാഫ് സെക്രട്ടറി നിബിത ജോൺ, വിദ്യാർത്ഥി പ്രതിനിധി അദ്വൈവ് ആസ്വാദ്, ജെസ്സി ജോൺ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഈ സ്കൂളിൽ ഞാനും ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന ഘട്ടം മുതൽ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന ഘട്ടങ്ങളിലുമൊക്കെ നിരവധി തവണ ഈ സ്കൂളിൻ്റെ
ക്ലാസ് മുറികളിൽ മീറ്റിങ്ങുകൾ നടത്തി പോയിട്ട് ഒരാളാണ്. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രവും എനിക്ക് ഇനി പ്രസംഗിക്കുന്ന ആർക്കും തന്നെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇത്ര നേരം കേട്ടിരുന്ന റിപ്പോർട്ടും ഗീസർ മാഷയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം, ഇവിടെ അധ്യാപകനായി ജോലി ചെയ്ത 34 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവവും സ്കൂളിൻ്റെ അവസ്ഥയും കൂടി പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ദിവസമാണ്. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ വിദ്യാലയത്തിലെ ഇത്ര നാൾ നയിച്ച 2 അധ്യാപകരുടെ യാത്രയപ്പവും രക്ഷാകർത്തൃ ദിനവും വിദ്യാലയത്തിൻ്റെ വാർഷികവർഷം നൽകുന്ന ഈ സൂചനത്തിൽ മത്സരത്തിൽ വിജയിച്ച നമ്മുടെ സ്വന്തം പ്രേമ ബാബുവിനെ ജില്ലാതല പാചക മത്സരത്തിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ ചെയ്തത് ജില്ലയിൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് ഉറക്കെ പറയുവാൻ അവസരം ഒരുക്കി. പഴയന്നൂരിൽ ഹോട്ടലിൽ തീപിടിച്ചു. തീയും പുകയും ഉയർന്നതോടെ പ്രദേശവാസികളും വ്യാപാരികളും പരിഭ്രാന്തരായി. പഴയന്നൂരിൽ ഹോട്ടലിൽ തീ പിടിച്ചു. തീയും പുകയും ഉയർന്നതോടെ പ്രദേശവാസികളും വ്യാപാരികളും പരിഭ്രാന്തരായി. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. പഴയന്നൂർ ടൗണിലെ രവീന്ദ്ര ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ എണ്ണച്ചട്ടിയിൽ തീ പിടിച്ചതാണ് കാരണമെന്ന് പറയുന്നു. സമീപത്തുണ്ടായിരുന്ന ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഉടൻ തീയണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. പഴയന്നൂർ പോലീസും 2 യൂണിറ്റ് അഗ്നിരക്ഷാ പ്രവർത്തകരും സംഭവ സ്ഥലത്തെത്തി. ഹോട്ടൽ താൽക്കാലികമായി അടച്ചിട്ടു. ആളപായമില്ല. SYS പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി ആമ്പലൂരിൽ സൗഹൃദ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി കുറ്റിയാടി അധ്യക്ഷത വഹിച്ചു. AP അബ്ദുൽ ഹക്കീം അസ്കരി, സയ്യിദ് തുറാബ് തങ്ങൾ, PA മുഹമ്മദ് ഫാറൂഖ് നായോമി, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പീപ്പിൾസ് ലവ് സംസ്ഥാന സെക്രട്ടറി ഷാജു മംഗലൻ, കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് C മുരളി, സെക്രട്ടറി G കലാസാചരൻ, PV ഗോപി, CA ഡേവിസ്, ബൈൻ P ആന്റണി, CA റാഫി എന്നിവർ പ്രസംഗിച്ചു. മത സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ സന്നിഹിതരായി. കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിന്റെ 14ാമത് വാർഷികാഘോഷം വെറ്റിയൂസ്റ്റം എസ്റ്റ് ഔറം 2024 സംഘടിപ്പിച്ചു. പ്രചോദി നികേതൻ കോളേജ് ഫൗണ്ടർ ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ വർഗീസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഫാദർ വർഗീസ് തരകൻ, പഞ്ചായത്ത് അംഗം ജിഷ ഡേവിസ്, സിസ്റ്റർ അൽഫോൺസ് മരിയ, ഫാദർ ജോയ് കൊള്ളന്നൂർ, ഫാദർ മേജോ മങ്ങാട്ടളയത്ത്, ഡിക്സൺ കളപ്പുര, സജി പനോക്കാരൻ, ശശികല പ്രദീപ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ടെസ്സി ജോസ് എന്നിവർ പ്രസംഗിച്ചു. വ്യത്യസ്ത തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ സംഗീത നൃത്ത പരിപാടികളും യോഗ കരാട്ടെ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. സ്കൂളിന്റെ 14th ആനിവേഴ്സറി ഡേയുടെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട സ്കൂൾ ഡയറക്ടർ ഫാദർ വർഗീസ് കുല്ലൂർ, അത് ഇതിന് മുമ്പത്തെ അച്ഛന്മാർ മുൻകൂട്ടി കണ്ടറിഞ്ഞ് സ്ഥാപിച്ച് ഈ നാട്ടുകാരുടെ പിള്ളേരെ ആ തരത്തിൽ വലുപ്പത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഒരു സംരംഭം. പയ്യാക്കര ഞെരിഞ്ഞാമ്പള്ളി അന്തോണിയുടെയും ഭാര്യ മറിയത്തിന്റെയും 32ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗവും ക്രിസ്മസ് കിറ്റ് വിതരണവും നടത്തി. അളകപ്പനകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യാതിഥിയായി. പയ്യാക്കരയിലെ 250 കുടുംബങ്ങൾക്ക് ഞെരിഞ്ഞാമ്പള്ളി കുടുംബാംഗം ബെന്നി ഞെരിഞ്ഞാമ്പള്ളി 1000 രൂപയുടെ കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ബെന്നി ഞെരിഞ്ഞാമ്പള്ളിയെ പൊന്നാടണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് അംഗം ജിജോ ജോൺ നേതൃത്വം വഹിച്ചു. പഞ്ചായത്ത് അംഗം ജോജോ പിണ്ടിയാൻ, കോൺഗ്രസ് ഭാരവാഹികളായ ടിജോ കിഴക്കൂടൻ, റോബിൻ പൈനാടത്ത്, ജോ മാർട്ടിൻ, ജോൺസ് മുളന്തറ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ.
കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപയും പവന് 56,800 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ മാണിപ്പറമ്പിൽ പൗലോസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസിയാണ് ഭാര്യ. MP ബിജു, ഷാജു, ബിന്ദു എന്നിവർ മക്കളും. ലിൻസി, സിനി, മനോജ് എന്നിവർ മരുമക്കളുമാണ്. ചെറുവാൾ കരുവാൻ ഷൺമുഖൻ ഭാര്യ ശാരദ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണ്ണമ്പേട്ട കൈപ്പുള്ളിശ്ശേരി വേലായുധൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ദേവയാനിയാണ് ഭാര്യ. മിനി, വിശ്വനാഥൻ, മീര എന്നിവർ മക്കളും. സന്ധ്യ, ബാബു, പരേതനായ ശശി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചാറ്റില്ലാംപാടത്തെ കർഷകർ മുണ്ടകൻ കൃഷി ഉപേക്ഷിക്കുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് കർഷകരുടെ ആരോപണം. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ടോൾ പ്ലാസയിലേക്കുള്ള വാഹനനിര ആമ്പലൂർ ജംഗ്ഷൻ കടന്നു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് പറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി കോടാലിയിൽ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വർണ്ണക്കാഴ്ചയൊരുക്കി കോടാലി GLP സ്കൂൾ. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കോടാലി GLP സ്കൂളിൽ ഒരുക്കിയ വർണ്ണവിസ്മയം ജനശ്രദ്ധയാകർഷിക്കുന്നു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം രൂപവത്കരിച്ച അഡ്വൈസറി കമ്മിറ്റി മൈസൂരിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ തെരഞ്ഞെടുത്തു. അളഗപ്പനഗർ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.